ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് ജബലലി അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഈ അമ്പലം ഓപ്പൺ ചെയ്തിട്ട് 2022 ഒക്ടോബറിലാണ്. അന്നേരം നമ്മൾ മുന്നേ ബുക്ക് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു പോകാനായിട്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ടൈമിങ് രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെയാണ്. ഓരോ സമയത്ത് ഓരോ പൂജകളായിട്ടുണ്ട്. അതൊക്കെ ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ അറിയാൻ പറ്റും കേട്ടോ. ഇത് ഞാനൊരു 1 വീക്ക് മുന്നേ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയം ഒരു 12:30ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പൊന്നുമല്ലല്ലോ, തണുപ്പൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ടും നല്ല ചൂടാണ്. കാല് നിലത്ത് ചെരുപ്പില്ലാതെ നമ്മൾ നിലത്ത് കുത്തുമ്പോൾ നമുക്ക് കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെരുപ്പ് നമ്മൾ അവിടെ പുറത്ത് ഊരി വെച്ചിട്ട് പിന്നെ നടക്കുന്ന ആ ഒരു ഏരിയ കുറച്ച് വെയിലൊക്കെ തട്ടുന്ന ഒരു ഏരിയയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഈ കാണുന്നത് ഒരു ഗുരുദ്വാര ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് അമ്പലം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് പാർക്കിങ്ങിനൊക്കെ. പാർക്കിംഗ് നമുക്കിപ്പോൾ അവിടെ ചെന്ന അവിടെ തന്നെ സൈഡിലായിട്ട് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പാർക്ക് ചെയ്തു. ഈ ഒരു ഉച്ച ടൈം ആയാൽ പോലും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പള്ളിയിലോട്ട് വരുന്നവരുടെയും ഇവിടേക്ക് ഗുരുദ്വാരയിലോട്ട് വരുന്നവരും അമ്പലത്തിലോട്ട് വരുന്നവരൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിലും ചെറിയ രീതിയിലൊക്കെ തിരക്കുണ്ടായിരുന്നു. ഇതാണ് ചർച്ച് കേട്ടോ. നമുക്കിവിടെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കാൻ അവർ അലോ ചെയ്യുന്നില്ല. പക്ഷേ ചിലരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് പുറത്ത് ആ കൊറിഡോറിലൊക്കെ നിന്നിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടൊക്കെയാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിലത്തെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് ലെഫ്റ്റിലായിട്ടാണ് ചെരുപ്പ് വയ്ക്കാനൊക്കെയുള്ള സ്പേസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കുന്ന ആ ഒരു ടൈമിൽ വെയിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാലൊക്കെ പൊള്ളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെരുപ്പ് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. ഉള്ളിലോട്ട് ഇപ്പോൾ നമ്മൾ കയറുന്ന ടൈം ആയപ്പോഴത്തേനും തിരക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നിറങ്ങിയ സമയത്ത് അങ്ങനെ ആരെയും അധികം കണ്ടില്ല. പിന്നെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ ഉള്ളിലോട്ട് പോയി കേട്ടോ. ആമി അവിടെ നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ വായോ വായോ. ഞാനാണെങ്കിൽ മാക്സിമം ആൾക്കാരില്ലാതെ ഫ്രണ്ടിൽ നിന്ന് എനിക്കൊരു ഫുൾ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല. എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇവിടെ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ കയറാം. ആമി കൂട്ടി സ്റ്റെപ്പ് കയറി അങ്ങ് പോയിട്ടോ. ഞാൻ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ലിഫ്റ്റിലാണ് പോയത്. അങ്ങനെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലെത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ പ്രെയർ ഹാൾ ഉള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ തൊഴുത് അവിടെ കുറേ മണിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പ്രെയർ ഹാൾ ഉള്ളത്. അവിടെ കൃഷ്ണനും ശിവനും ശ്രീരാമനും ഭഗവതിയും ഹനുമാൻ സ്വാമിയും എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ തൊഴുതിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാം നമുക്ക്. അപ്പോൾ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ലിഫ്റ്റിലല്ല വന്നത്, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഇങ്ങനെ 2-3 ചെറിയൊരു സ്റ്റാൾ പോലെ ബുക്സ്, പിന്നെ പൂജാ സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മളിതാ പുറത്തോട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഈ പുറത്തോട്ട് കിടക്കുന്നതിൻ്റെ ഇവിടെയായിട്ടാണ് ഇവർ പ്രസാദം നമുക്ക് തരുന്നത്. ഇവിടുന്ന് തരുന്ന ഈ പ്രസാദം ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കലൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളും അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ആൾക്കാർ ഒഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം എപ്പോഴും ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒരു ഉച്ച സമയമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുബായ് ജബലലിയിലെ അമ്പലം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.